നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിലും സിക്കിമിലും വോട്ടെണ്ണൽ തുടങ്ങി. 60 അരുണാചൽ പ്രദേശിൽ, 32 സിക്കിം നിയമസഭയിലേക്കും ഏപ്രിൽ 19 വോട്ടെടുപ്പ് നടന്നത്. ജൂൺ 4 വോട്ടെണ്ണൽ നിശ്ചയിച്ചിരുന്നത് എങ്കിലും നിയമസഭയുടെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് വോട്ടെണ്ണി തുടങ്ങി. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചാണോ അതോ 8 മണിക്കാണോ ആരംഭിക്കുക? എന്താണ് വ്യക്തമാക്കുക? 8 മണിയാണ് എസ് കെ. ഇതിൽ ഈ അരുണാചൽ പ്രദേശിൻ്റെ കാര്യത്തിൽ 60 അംഗ നിയമസഭയാണ് ഉള്ളത്. പെമാ ഖണ്ഡുവിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 60 അംഗ നിയമസഭ ആയതുകൊണ്ട് തന്നെ 31 പേരുടെ പിന്തുണയുള്ളവർക്ക് സർക്കാർ രൂപീകരിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകം ഈ 60 അംഗ നിയമസഭയിലെ 10 സീറ്റുകളിൽ മുഖ്യമന്ത്രി പെമാ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഏതാണ്ട് 21 സീറ്റുകൾ കൂടി ഉറപ്പാക്കാനായിട്ട് സാധിച്ചാൽ അവിടെ BJPക്ക് അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാൽ വളരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും മറ്റു സീറ്റുകളിലെല്ലാം വിജയിച്ചുകൊണ്ട് അധികാരം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ സാധിക്കും എന്നുമാണ് കോൺഗ്രസ് കരുതുന്നത്. അരുണാചൽ പ്രദേശിനെ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന, ചൈന അവരുടെ ഭൂപ്രദേശമെന്ന് അവകാശപ്പെടുന്ന പല മേഖലകളും ഉള്ള അരുണാചൽ പ്രദേശിലെ ഭരണം നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചാൽ BJPക്ക് ഈ ചൈനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തുന്ന വാദങ്ങളിൽ പ്രസക്തിയുണ്ട്, അഥവാ കഴമ്പുണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചതിന് തുല്യമാണ് ആ വിജയം എന്ന് വ്യാഖ്യാനിക്കാനും സാധിക്കും. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നയതന്ത്രപരമായിട്ട് കൂടി അതിന് വലിയ പ്രാധാന്യം ഉള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയിരുന്നു. ഏതാണ്ട് ഉച്ചയോടുകൂടി സാധാരണ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ഒരു ഇതിലാണ് വോട്ടെണ്ണുന്നതെങ്കിലും പലപ്പോഴും വലിയ രീതിയിൽ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വോട്ടെണ്ണൽ വൈകുന്നത്. അതുകൊണ്ട് ഉച്ചയോടുകൂടി ബലം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ വൈകിട്ട് വരെ അത് നീളാനുള്ള സാധ്യതയുമുണ്ട്. ഈ സിക്കിമിലേക്ക് വരികയാണെങ്കിൽ അവിടെ 32 അംഗ സഭയാണ് ഉള്ളത്. 17 സീറ്റുകൾ നേടുന്ന ആർക്കും അവിടെ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും ക്രാന്തികാരി മോർച്ചയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടന്നിട്ടുള്ളത്. വളരെ ശക്തമായിട്ടുള്ള മത്സരം സിക്കിമിലും നടന്നിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ 2 മേഖലകളിൽ ഉണ്ടാകുന്ന ജനവിധി അത് ഇന്ന് പുറത്തു വരുന്ന സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതീക്ഷയിൽ തന്നെയാണ്. എസ് കെ, രാധാകൃഷ്ണൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.